കേരള റീൽസ് ബിഫോർ റിച്ചിലേക്ക് സ്വാഗതം. ഇത് കൊല്ലം വാടി ഹാർബറാണ്. കൊല്ലം വാടി. ഇവിടെ കൊഴുവയാണ്. തോട്ടപ്പള്ളിയിലും അഴീക്കലുമൊക്കെ കണ്ടമാനം ചെമ്മീനാണെങ്കിൽ ഇവിടെ ചാകരയില്ല. ചൂടനും കൊഴുവയും, ആ വള്ളത്തിലും ചൂടനും കൊഴുവയും. ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്, നിറച്ച് ചൂടനും കൊഴുവയുമാണ് കയറി വരുന്നത്. അടുത്ത വള്ളം വന്നെടുക്കുന്നു. പരുന്തുകൾ ഇഷ്ടം പോലെ. ഓടിച്ച് കരയ്ക്കോട്ട് കയറ്റുന്നു. വീണ്ടും കൊഴുവ കയറുന്നു. കൊഴുവ കിലോ എന്ത് വില? 10 രൂപ. ഇത്ര ഉള്ളോ? സത്യം? ശരി. മോശം. അങ്ങനെ അവിടെ വെള്ളം കയറാൻ പറ്റും. ഇവിടെ ഇങ്ങനെ വള്ളങ്ങൾ വന്നു പാകം പിടിച്ചതുമായ ഒരാഴ്ച കഴിഞ്ഞാണ് കടലിൽ പോയിട്ട് നഷ്ടമാണ്. ഇവിടെ വരുമ്പോൾ നെത്തുവലിക്ക് 10 രൂപ ഉള്ളത്. അപ്പോൾ എനിക്ക് കടൽ പണിക്ക് പോകുന്നത് 1000 രൂപ ഒന്നും കിട്ടത്തില്ല. പെട്രോൾ ചെലവ് പോലും കിട്ടത്തില്ല. പെട്രോളിൻ്റെ ചിലവല്ല, ഡീസലിൻ്റെ ചിലവ് പോയിട്ട് അവർക്ക് രാത്രി ഇപ്പോൾ 10 മണിക്ക് വല രീതിയിൽ കിടക്കുക. എല്ലാം കഴിഞ്ഞ് 10 ഒരു രീതി കിട്ടത്തില്ല. അഴീക്കൽ പോയായിരുന്നേ. അഴീക്കൽ മുട്ടൻ ചെമ്മീൻ ടൺ കണക്കിന് കയറുന്നു. ചെമ്മീനെ ഈ കാലവർഷം ആകുമ്പോഴത്തെ അങ്ങനാണ് ഏറ്റവും കൂടുതൽ വരണം. തെക്കുന്നല്ല ഫസ്റ്റ് വരുന്ന ചെമ്മീൻ വരുന്നത് വടക്കുന്നാണ്. അത് ഭയങ്കര ഡേഞ്ചറായോണ്ട് വള്ളങ്ങളൊക്കെ തുടങ്ങി ഇപ്പം വല്ല മണ്ണേറിയ പ്രശ്നങ്ങളെല്ലാം മണൽ ഇതുവരെ പോയിട്ടില്ല. സ്ട്രോങ് ആയി. അപ്പൊ അതിൽ പോയിട്ട് പണിയൊന്നുമില്ല. ഈ മത്സ്യത്തിന് വില കുറവാണ്. അവിടെ 180 ചെമ്മീൻ. ഈ നത്തോലി അഴീക്കൽ ടൺ കണക്കിന് കയറുന്നുണ്ട്. പോയെന്ന് പറഞ്ഞ ആൾക്കാർ മീൻ കൂട്ടാതിരിക്കുന്നില്ല. അവരെല്ലാം മീൻ പഠിച്ച് കൂട്ടുന്നുണ്ട്. ഈ കച്ചവടക്കാർക്കും പൈസ കിട്ടുന്നുണ്ട്. ഈ പാവപ്പെട്ട മത്സ്യ വള്ളക്കാർക്ക് മാത്രം 1 രൂപ പോലും കിട്ടുന്നില്ല. പെട്രോൾ ചെലവും കഴിഞ്ഞ് 10 രൂപയ്ക്ക് വിൽക്കുമ്പോൾ എന്നാ കിട്ടാനാ? ഒരു 50,000 രൂപ ഡീസൽ വേണം. അതായത് 50 മത്സ്യത്തൊഴിലാളികളാണ്. 50 പേരാ പോണത്. വലിയ വള്ളം കിടക്കുന്നത്, വലിയ വള്ളം. ആ കിടക്കുന്ന വലിയ ബോട്ട് കണക്കത്തെ വള്ളങ്ങളാണ് കിടക്കുന്നത്. അതിനകത്ത് 50 പേരാണ് ജോലിക്ക് പോകുന്നത്. ഈ 50 പേര് പിന്നെ 15,000 രൂപ വണ്ടിക്കൂലി ഇവിടെ നിന്ന് മുതലപ്പൊഴി ഇതിലേക്ക് പോകണമെങ്കിൽ തിരിച്ച് റിട്ടേൺ. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. എത്ര കൊട്ടൊക്കെ ഉണ്ടായി? അത് പെട്ടിയില്ലെന്ന് പറ. 3-4 കൊട്ട മീൻ കൊണ്ടു. അവർ മീൻപിടുത്തത്തിന് പോകാനെല്ലാം തയ്യാറെടുക്കുന്നു. വലയൊക്കെ ശരിയാക്കുന്നു. 2 എഞ്ചിൻ അവരിറക്കിക്കൊണ്ടിരിക്കുന്നു.
അങ്ങേ അറ്റത്ത് കപ്പൽ കിടപ്പുണ്ട്. കപ്പൽ ഇത്തിരി ദൂരെയാണ്, അവിടേക്ക് പോവുകയാണ്. മീൻ ലേലം വിളിക്കുന്നത് ഇവിടെയാണ്. ഐസിട്ട് കയറിപ്പോകുന്നത് ഇവിടെയാണ്. കൊഴുവ നിറച്ച് വെച്ചിരിക്കുന്നു. എല്ലാ ബോക്സുകളും കൊഴുവ നിറച്ച് വെച്ചിരിക്കുന്നു. ഐസൊക്കെ ഇട്ട് ഇവിടെ നിന്ന് കയറി പോവുകയാണ്. ഇവിടെ ചെമ്മീനില്ല, കൊഴുവ മാത്രം. ലോറികളിൽ കയറി ഇവർ പറഞ്ഞത് തമിഴ്നാട്ടിലോട്ടും കർണാടകയിലോട്ടും ഒക്കെ പോകുന്നു. കുറച്ച് നെമ്മീനും 1-2 ആവോലിയുണ്ട്. കൊല്ലം വാടി മീൻപിടുത്തം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നു. ചീട്ടുകളി വലയൊക്കെ റെഡിയാക്കുന്നു. ഇവിടെ വള്ളങ്ങൾ കണ്ടമാനമുണ്ട്. 1000കണക്കിന് 10000കണക്കിന് വള്ളങ്ങളുണ്ട്. പക്ഷേ മീനൊന്നുമില്ല. ഇവിടെ ചകരയില്ല. എല്ലാവരും വലയൊക്കെ തയ്യാറെടുക്കുകയാണ്, റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. മീൻപിടുത്തം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുത്ത് ചീട്ട് കളിക്കുന്നു എല്ലാവരും. ഓലപ്പരയാണ്, അവരുടെ ക്ലബ്ബാണ്. ഇതിൻ്റെ പേരെന്നാ? ഇതിൻ്റെ പേര് എന്തിനുള്ളതാ? എന്തിനുള്ളതാ? അകത്ത് മീറ്റ് ഉണ്ടല്ലേ? എന്നാ വിലയാ കിലോ? 50 രൂപ. ശംഖ്, ഇതിനുള്ളിൽ മീറ്റുണ്ട്. 1 കിലോ 50 രൂപയേ ഉള്ളൂ. എല്ലാവരും റെസ്റ്റ് എടുക്കുന്നു. മീനൊക്കെ തീരെ കുറവാണ്. ഇത് വല റെഡിയാക്കുന്നു. എല്ലാവരും വല തയ്യാറാക്കുന്നു. പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്നാ അഴീക്കപ്പോയായിരുന്നു. ഇഷ്ടംപോലെ ചെമ്മീൻ, ടൺ കണക്കിന് ചെമ്മീൻ. അഴീക്കൽ 1000 തെങ്ങ്. ഇവിടെ ചെമ്മീൻ കുറവാ അല്ലേ? ഉണ്ടോ? അല്ല, വലുത് ഇത്ര ഉള്ള സൈസ് ചെമ്മീൻ. ആ, നാരൻ. ആ ആ ആ ഇവിടെ കുറവല്ലേ ചെമ്മീൻ? പൂവാലൻ നാരൻ ആ ആ